രുദ്രാക്ഷത്തിന്റെ ഉത്ഭവം ഹൈന്ദവ പുരാണങ്ങളിലെ വിശ്വാസമനുസരിച്ച് പരമശിവന്റെ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷമുണ്ടായത്. രുദ്ര, പരമശിവൻ, അക്ഷ, കണ്ണുനീർ, കണ്ണുകൾ എന്നീ സംസ്കൃത വാക്കുകൾ ചേർന്നാണ് രുദ്രാക്ഷം എന്ന പേരുണ്ടായത്. പരമശിവൻ ലോകത്തിന്റെ നന്മയ്ക്കായി വർഷങ്ങളോളം ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകി. ധ്യാനം പൂർത്തിയാക്കി കണ്ണുതുറന്നപ്പോൾ മനുഷ്യരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കണ്ട അദ്ദേഹം അതീവ ദുഃഖിതനായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ പതിക്കുകയും അവിടെ രുദ്രാക്ഷ മരങ്ങൾ വളർന്നുവരികയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മറ്റൊരു പുരാണ കഥയനുസരിച്ച് പണ്ട് ത്രിപുരൻ എന്ന പേരോടുകൂടി അതിശക്തിമാനം പരാക്രമിയുമായ ഒരു അസുര പ്രമാണി ഉണ്ടായിരുന്നു. അവൻ ദേവന്മാരെയും ദേവാധിപരെയും തോൽപ്പിച്ച് ഏകഛത്രാധിപതിയായി തീർന്നു. അതുകാരണം ദേവന്മാർ വളരെ സങ്കടത്തിലായി. അവർ ശിവന്റെ അടുക്കൽ ചെന്ന് സങ്കടങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ത്രിപുരനെ എങ്ങനെ വധിക്കേണ്ടു എന്ന വിചാരത്തിൽ ശിവൻ അല്പസമയം കണ്ണും അടച്ചിരുന്നു പോയി. ആ ഇരുത്തം 1000 ദിവ്യവർഷങ്ങൾ ദീർഘിച്ചു. അതിനുശേഷം കണ്ണ് ഒന്ന് ഇമച്ചു. അപ്പോൾ നേത്രങ്ങളിൽ നിന്ന് ആശ്രുബിന്ദുക്കൾ താഴെ വീണു. ഈ ബാഷ്പബിന്ദുക്കളിൽ നിന്നാണ് രുദ്രാക്ഷ വൃക്ഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മറ്റൊരു ഐതിഹ്യം.